ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴൊരു മിക്സിയുടെ ജാറിലോട്ട് മസൂർ ദാലും പിന്നെ ഒരു 2 വറ്റൽമുളകും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പോളം മസൂർ ദാലുണ്ടല്ലോ, അത് ഒരു ബൗളിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എരിവിനനുസരിച്ചൊക്കെ വറ്റൽമുളകിൻ്റെ എണ്ണം കൂട്ടാട്ടോ. ഞാനിവിടെ 2 എടുത്തോട്ടുള്ളൂ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊരു 15 മിനിറ്റ് ഒന്ന് കുതിരാൻ വെക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ഒഴിക്കുന്നുണ്ട്. ഒരു 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 15 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല, വെറും 15 മിനിറ്റ് ഒന്ന് കുതിർത്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ദാണ്ട ഒരു 15 മിനിറ്റൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദാണ്ട ഇതെല്ലാം നല്ല പോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. കാണുമ്പോഴേ അറിയാം നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ആ ഒരു വറ്റൽമുളക് എടുത്ത് ഇതിനകത്ത് നിന്ന് മാറ്റാം. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരണം. നമ്മളിത് വാഷ് ചെയ്യാതെയാണ് കുതിർക്കാൻ വെച്ചത്. അപ്പോൾ നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാണ്ടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ എല്ലാം ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ കുതിർത്തെടുത്ത വറ്റൽമുളകും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3-4 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ, അതും കൂടെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഇനി ഇതിലേക്ക് 1 കപ്പോളം വെള്ളം കൂടെ ഞാനൊന്ന് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. നല്ല പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുതിർത്തെടുത്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് അരഞ്ഞ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 15 മിനിറ്റെങ്കിലും കുതിർത്ത് വെക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഇനി ഒരു ബൗളിലോട്ട് ഞാനൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, ഇതുപോലെയാണ്. സാധാരണ നമ്മുടെ ദോശമാവിലും കുറച്ചും കൂടി ലൂസായിട്ടാണ് കേട്ടോ ഇതിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഒന്ന് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടിപൊളി ഒരു ദോശ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ദോശ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണയോ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ ഞാനിതിലേക്ക് പ്രത്യേകിച്ച് ഇനി ഓയിലൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സാധാരണ എങ്ങനെയാണോ ദോശ ചുടുന്നത് അതുപോലെ ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാവുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. ഈ രാവിലെ ആകുമ്പോഴേ എന്തുണ്ടാക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വിചാരിച്ചിരിക്കുന്ന വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് കേട്ടോ. എന്നാലും നല്ലൊരു ടേസ്റ്റുമാണ്. കണ്ടോ, ഒരു സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്കൊന്ന് തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒന്ന് തിരിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡും കൂടെ ആകുമ്പോഴേക്കും നമുക്ക് ഈ ദോശ അങ്ങ് എടുക്കാം. ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അതുപോലെ എല്ലാ ദോശയും ഒന്ന് ചുട്ടെടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പാൻ ഒരുപാട് ചൂടായിട്ടിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഈ മാവ് നമുക്ക് ഒഴിച്ച് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാൻ പറ്റില്ല. അതിപ്പം എല്ലാ ദോശയ്ക്കും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പം ഒരു മീഡിയം ചൂടിലിരിക്കുമ്പോൾ തന്നെ ഇതൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവേ. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ മുകളിൽ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. അതുപോലെ ഞാൻ എല്ലാ ദോശയും ഒന്ന് ചുട്ടെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ദോശൻ്റെ കൂടെ ചട്നിയോ സാമ്പാറോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കൂടുതലും ഈ പരിപ്പിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഈ ഒരു ദോശ.
പിന്നെ പരിപ്പൊക്കെ തീരെ കഴിക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്യേണ്ട, അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ദാണ്ടെ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ്. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ദോശയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കറി ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. വളരെ ചെറിയ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല റിച്ച് ഫ്ലേവറുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതും കൂടെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പം ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.